നമസ്കാരം. ഇന്ന് നമ്മുടെ 110ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാനൊരു കഥയാണ് പറയാൻ പോകുന്നത്. അതായത് നഗ്നനായ ഒരു രാജാവിൻ്റെ കഥ നിങ്ങളെല്ലാവരും കേട്ട് കാണും. പക്ഷേ നഗ്നനല്ലാത്ത ഒരു രാജാവിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ കഥയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഞാനിങ്ങനെ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്നതുകൊണ്ടായിരിക്കാം ഇത് കഥയായിട്ട് അവതരിപ്പിക്കുന്നത്. നിലവിൽ അതായത് ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ആ ചക്രവർത്തി വളരെ നല്ലപോലെ തൻ്റെ സാമ്രാജ്യങ്ങളെല്ലാം ഭരിച്ചു. ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ആ നാട്ടുരാജ്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ഭരിച്ചു. മറ്റ് ശത്രു രാജ്യങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ പ്രതിബദ്ധത കാണിച്ചു. മറ്റ് സാമ്രാജ്യങ്ങളുടെ മുമ്പിലെല്ലാം അഭിമാനമുണ്ടാക്കി, സമ്പൽ സമൃദ്ധമാക്കി. ഒന്നുമല്ലാതെ കൈ കിട്ടിയ ഒരു രാജ്യത്തെ ഏകദേശം കുഴപ്പമില്ലാതെ കിട്ടുകയുള്ളൂ, വളരെ നല്ലതാക്കി ലോകത്തിന് മുമ്പിൽ ഒന്നാം കളിയാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് നാട്ടുരാജാക്കന്മാർ അദ്ദേഹത്തിനോട് എതിർപ്പുള്ളതായിരുന്നു. നാട്ടുരാജാക്കന്മാരില്ലേ, ഈ പ്രവിശ്യകൾ പോലെ. ആ അതിലൊരു നാട്ടുരാജാവ് ഇദ്ദേഹത്തിനെതിരെ ഉള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷെ എന്നാലും അദ്ദേഹം ആ ചക്രവർത്തി ക്ഷമിച്ചു. ഈ ചക്രവർത്തിയാണ് നല്ല രീതിയിൽ ഭരിച്ചത്. എന്നിട്ട് ഈ നാട്ടുരാജാവ് നോക്കിയപ്പം നല്ല രീതിയിൽ ഭരിക്കുന്നുണ്ട്. അപ്പോൾ പ്രവിശ്യയുടെ ഭരണാധികാരിയല്ലേ. അദ്ദേഹം ആരോഗ്യരംഗവും വിദ്യാഭ്യാസവും പട്ടിണിയില്ലായ്മയും എല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നവർ കണ്ടു. അപ്പോൾ അതിനൊക്കെ ആ ഭരണത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരി അസൂയൊക്കെ തോന്നിയെങ്കിലും വളരെ കുഴപ്പമില്ലാതൊക്കെ പോയി. അപ്പം ഈ നാട്ടുരാജാവിനൊരു സംശയം തോന്നി, ഞാൻ നല്ല രീതിയിലാണല്ലോ ഭരിക്കുന്നത്, എനിക്ക് ഇത്രയും പ്രായമൊക്കെ ആയല്ലോ, എനിക്ക് ഒത്തിരി രോഗപീഠാദികളൊക്കെ വന്നല്ലോ, എനിക്ക് നല്ല അഭിപ്രായമാണല്ലോ, നല്ല ഭരണമാണല്ലോ. അദ്ദേഹം വേഷപ്രച്ഛന്നനായി. അതായത് നഗ്നനല്ല, അദ്ദേഹം നഗ്നത ഒട്ടുമില്ലാത്ത മനുഷ്യനാണ്. അദ്ദേഹം നാട്ടുരാജ്യങ്ങൾ ഒന്ന് സന്ദർശിക്കാൻ വേഷപ്രച്ഛന്നനായി അദ്ദേഹം തൻ്റെ ഓരോരോ ഗ്രാമങ്ങളിലും ഓരോരോ ഈ പ്രാദേശിക ഇതില്ലേ നാടുവാഴികൾ, അവരുടെ കയ്യിലൊക്കെയാണല്ലോ ഭരണങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള. അങ്ങനെയുള്ളവർത്തൊക്കെ നടന്നപ്പോഴാണ് അദ്ദേഹം ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങൾ അറിഞ്ഞത്. കാരണം ഇദ്ദേഹത്തിൻ്റെ നല്ല ഭരണത്തെ കരുവാക്കി ഈ നാടുവാഴികൾ സ്ത്രീലമ്പടത്വവും സാമ്പത്തിക അലിഗേഷൻസും, അതായത് മണ്ണ് മാഫിയകൾ, മരം മാഫിയകൾ, പിന്നെ ഒരു കുടുംബ പ്രശ്നം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് കലക്കി വിട്ടിട്ട് ആ സ്ത്രീയെ സ്വന്തമാക്കുന്ന അവസ്ഥകൾ, അങ്ങനെയൊക്കെ ഉള്ള അഴിമതിയിൽ, അതായത് ചായ വിറ്റും പോത്ത് വിറ്റും നടന്നവരൊക്കെ ആ പ്രവിശ്യ ഭരണാധികാരികൾ ഈ രാജാവിൻ്റെ നല്ലവനായ ഈ രാജാവിൻ്റെ പേരും പറഞ്ഞ് അഴിമതിയും ധൂർത്തും ഒക്കെ കാണിക്കുന്നതും ഒക്കെ രാജാവ് നടക്കുന്നതിനൊക്കെ വലിയ കുതിരവണ്ടികളിലും രഥത്തിലുമൊക്കെ ഇവർ നടക്കുകയും, ഒരു സൈക്കിള് പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത്, ഉന്തുവണ്ടി പോലും ഇല്ലാതിരുന്ന ഇവർ നടക്കുകയും വിവിധ രഥങ്ങളിൽ മാറി നടക്കുകയൊക്കെ ചെയ്യുന്നതും, മണിമാളികൾ പണിയുന്നതും, ഈ രാജാവിനെക്കുറിച്ച് ഈ രാജാവ് ഇതൊന്നും അറിയുന്നില്ല എന്നൊക്കെ പറയുന്നതൊക്കെ ഈ രാജാവ് അറിയുന്ന അവസ്ഥ. അങ്ങനെ മാത്രമല്ല, ഭിക്ഷ യാചിച്ച് തൻ്റെ വീട്ടുമുറ്റത്ത് തൻ്റെ വെറും ഒരു പ്രവിശ്യ നാടുവാഴിയുടെ മുമ്പിൽ ഈ രാജാവ് വേഷപ്രച്ഛന്നനായെത്തിയപ്പം ജനലിൽ നോക്കിയിട്ട് സ്വന്തം പ്രിയതമയോട് ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കാൻ പറയുന്നത് ഈ രാജാവ് മനസ്സിലാക്കുന്നു. രാജാവ് പറയണമെന്നോർത്തു, ജെല്ലി വെച്ചേക്കുന്ന തലയും കൂടെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ, പുള്ളി വെളിയിൽ പോയേക്കാന്നല്ലേ പറഞ്ഞതെന്ന് പറയണമെന്ന് വിചാരിച്ചു. അപ്പം തിരക്കിട്ട് എന്നിട്ട് ഇനി വരുന്ന ഈ സാമ്രാജ്യത്തിൽ ജനാധിപത്യമാണ് നിലനിന്നത്. അപ്പം ഇനി വരുന്ന ഒരു ജനാധിപത്യ വിധിയെഴുത്തലിന്
പരാജയപ്പെടുമെന്നുള്ള ബോധം പോലും ഇല്ലാതെ അതിനു മുമ്പേ പരാജയപ്പെട്ടാൽ അതിനുള്ള എല്ലാ സമ്പത്ത് കൈക്കലാക്കി വെച്ചുകൊണ്ട് ആർഭാടം ഓരോ ആയുസ്സോളം എത്താമെന്ന് പറയുകയും ഓരോ ഈ നാടുവഴികളും കാണിക്കുന്നതെല്ലാം മനസ്സിലാകുന്നു ഈ രാജാവിന്. എന്നിട്ട് ഒത്തിരി നാടുവഴികളുടെ നേതൃത്വത്തിൽ ഒരുപാട് കമ്മിറ്റികൾ വിളിച്ചു കൂട്ടുക. അങ്ങ് ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഉഗാണ്ടയിൽ നടന്ന വിഷയങ്ങൾ ഇവിടെ പൊക്കിക്കൊണ്ട് വന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുക. 10-12 പേര് നാടുവഴികളിലെ ശിങ്കിടികളിരുന്ന് തീരുമാനങ്ങളെടുക്കുക. അതായത് തൻ്റെ വോട്ടവകാശം രേഖപ്പെടുന്നുണ്ട്, താൻ പറയുന്ന പോലെയാണ് ഇവരെ വോട്ട് ചെയ്യുമെന്ന് വിലയിരുത്തുക, കള്ളത്തരം കാണിക്കുക. ഇതെല്ലാം ഇവർ ശ്രമിച്ചാലും ആ കമ്മിറ്റിയെ കണ്ട് ചൂണ്ടി നാട്ടുകാർ വിളിക്കുന്ന ചീത്തകൾ എന്താണെന്ന് ഈ വേഷപ്രച്ഛന്നനായ നഗ്നനല്ലാത്ത ഈ ഭരണാധികാരി രാജാവ് കാണുന്നു. ചക്രവർത്തിക്ക് അത് ബോധ്യമായിട്ട് ചക്രവർത്തിയും ഉണ്ടായിരിക്കുന്നു. കാരണം അവ സ്വയം കുഴിക്കുകയാണെന്നുള്ളത്. അപ്പം ഇതെല്ലാം ഈ നാടുവാഴികൾക്കോ അവരുടെ ശിങ്കിടികൾക്കോ മറ്റുള്ളവരിൽ ആക്രമണം അഴിച്ചു വിടുക എന്നുള്ളൊരു പ്രവണത ആദ്യം കാണിച്ചിരുന്നത്. ഇപ്പോൾ തിരിച്ച് ജനങ്ങൾ പ്രതികരിക്കുമെന്ന് മനസ്സിലായപ്പോൾ മിണ്ടാതിരിക്കുന്നു. അവരുടെ സൈന്യമോ ഒന്നും അവർക്ക് അനുകൂലമല്ലാത്ത അവസ്ഥയിൽ മാനസികാവസ്ഥയെത്തുന്നു. പക്ഷേ ഈ രാജാവ് നല്ല രീതിയിലാണ് എല്ലാം ഇത് ചെയ്തിരുന്നത്. എത്തിക്കും ആഹാരവും വസ്ത്രവും എല്ലാം സ്വസ്ഥതയും എല്ലാം നല്ല രീതിയിൽ തൻ്റെ സൈന്യത്തെപ്പോലും നല്ല രീതിയിലാണ് ഉപയോഗിച്ചിരുന്നത്. അതൊന്നും ജനങ്ങളിലേക്ക് എത്താതെ ഇതെല്ലാം ഒരു വെറുപ്പിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഈ ചെറിയ നാടുവാഴികൾ ചെയ്യുന്നത് നേരിട്ട് കാണുന്നു. പക്ഷെ ഒരിക്കലും അതിൽ നിന്ന് കരകയറാൻ വിളിച്ചു പറയാൻ രാജാവിനോട് നഗ്നനല്ല എന്ന് വിളിച്ചു പറയാനും ആർക്കും ധൈര്യമില്ല. അവരെല്ലാം വരുന്ന ഒരു വിധിയെഴുത്തിൽ തിരിച്ച് പ്രതികരിക്കും. അതോടുകൂടി ആയുഷ്കാലം മൊത്തം ഇത് നൂറ്റാണ്ടുകളോളം ഇത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് മറ്റു പല നാട്ടുരാജ്യങ്ങളെ പോലെ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർ കൂപമണ്ഡപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടക്കിണറ്റിലെ തവളകളായിട്ട് ജീവിക്കുകയാണ്. നമ്മളെക്കാൾ ബുദ്ധിമാന്മാരാണ് നമ്മുടെ ഓപ്പോസിറ്റ് എന്ന് കരഞ്ഞുകൊണ്ടോ ചിരിച്ചുകൊണ്ടോ സംസാരിക്കുന്നവരെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ ഈ രാജാവ് മനസ്സിലാക്കി തിരിച്ച് തൻ്റെ രാജകൊട്ടാരത്തിലേക്ക് പോകുന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ. കാരണം തകർക്കപ്പെട്ട ഒരു മനസ്സിൻ്റെ സ്വസ്ഥതയില്ലാതെ ഇത്രയും നല്ലതായിട്ട് വെറുപ്പാക്കിയത് ഈ നാടുവാഴികളുടെ കയ്യിലിരിപ്പാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു പോകുന്നു. ഈ കഥ ഞാനിവിടെ അവതരിപ്പിക്കാൻ കാരണം അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ചക്രവർത്തിയെ അല്ലെങ്കിൽ ഈ രാജാവിനെ രക്ഷിക്കാം. നല്ലൊരു രാജ്യം, നല്ലൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണത്. നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്ന രാജ്യമാണത്. രാജാവ് നല്ലവനാണ്, ചക്രവർത്തി നല്ലവനാണ്. ഈ നാടുവാഴികൾ എന്തിനാണ്? അവരെക്കാൾ എത്രയോ രഥത്തിലിരുന്ന് പോകുമ്പോൾ പുച്ഛിച്ച് തള്ളുമ്പോൾ ഓർക്കണം, ആ വഴി നിൽക്കുന്ന പിച്ചക്കാരൻ ഒരു രാജാവാണെന്ന് തന്നെ. അത് മനസ്സിലാക്കാതെ ഒരിക്കലും പെരുമാറരുത് എന്നുള്ളൊരു ഉപദേശത്തോടു കൂടി ഞാൻ എൻ്റെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഞാനൊരു ഗോലിയാത്തിൻ്റെയും ദാവീദിൻ്റെയും കഥ കേട്ടിട്ടുണ്ടോ? സിംസൺ എന്നുള്ളൊരു ഗോലിയാത്തിൻ്റെ കഥ ആണ് ഞാൻ പറയാൻ പോകുന്നത്. സിംസൺ എന്നുള്ളൊരു ഗോലിയാത്ത്, ഒരു വെറും 4 ആടുകളെ മേച്ച് നടന്ന ഒരു ദാവീദിൻ്റെയും കഥ. അതടുത്ത എപ്പിസോഡിൽ പറയാം.